ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നും അയക്കൂറ ബിരിയാണിയും അതുപോലെ പ്രോൺ ബിരിയാണി ഇതൊക്കെ ആയിരിക്കും. എന്നാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതൊരു ഫിഷ് ഉപയോഗിച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു നത്തോലി ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ഞാനൊരു റിവർ ഫിഷ് വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത്. അയക്കൂറ ഫിഷ് പോലെ തന്നെ ഉള്ളൊരു ഫിഷായിരുന്നു, എന്നാൽ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫിഷ് മസാല തയ്യാറാക്കുമ്പോൾ പരമാവധി പാത്രത്തിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക, എങ്കിലായിരിക്കും നല്ല ടേസ്റ്റി ഉണ്ടാവുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2-3 കഷ്ണം പട്ടയും അതുപോലെ 4 ഗ്രാമ്പു 4 ഏലക്ക ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 4 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫിഷ് മസാല ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റി ആവുള്ളൂ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം കറിവേപ്പില കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് ഒതുങ്ങിക്കിട്ടും. ഇടയ്ക്കിടെ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ സവാള തിന്നായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഫുഡ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തയ്യാറാക്കുമ്പോഴും ഇടയ്ക്കിടെ അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക, എങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസുള്ള ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. തക്കാളി എടുക്കുമ്പോൾ നല്ല കളറിലുള്ള പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് തന്നെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ നമ്മൾ ഇതിലോട്ട് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ ഹെഡ് പീസാണ് ഞാനിപ്പോൾ മസാലയിലേക്ക് എടുത്തിരിക്കുന്നത്. നല്ല പീസൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അയക്കൂറയൊക്കെ പോലുള്ള ഒരു ഫിഷ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി മെല്ലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്,
ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മലബാർ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതേ സമയം മസാല ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് അരമുറി ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ പകുതി മാത്രം മതിയാവും. കുരു ആവാതെ ഇതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇതിലോട്ട് അല്പം മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിലല്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സവാളയുടെ വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഫിഷ് ഇവിടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ അടുപ്പിൽ ഗീ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പ്രഷർ കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫിഷ് ഫ്രൈയും അതുപോലെ മസാലയും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് റൈസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാഷ്യൂ വേണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കാഷ്യൂ ചേർത്തിട്ടില്ല. ഇനി സെയിം കുക്കറിലോട്ട് തന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതിയും അതുപോലെ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ചോറ് കട്ട പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുന്നത്. 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്ക് 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 500 ml കപ്പിനാണ് 2 കപ്പ് റൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് അരി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നന്നായിട്ട് കുക്കായി പോവും. ഇപ്പോൾ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ എയറൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കുറച്ച് സമയം അടുപ്പിൽ വെക്കുന്ന ടൈമിൽ അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം മല്ലിയില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മസാല കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി റൈസ് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതുപോലെ റൈസൻസൊക്കെ ചേർക്കുക. ബാക്കിയുള്ള മല്ലിയില ചേർക്കുക. അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റണം.
അപ്പോൾ നമ്മൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടി കരിയുമെന്ന് സംശയം ഉണ്ടെങ്കിൽ അടിയിലൊരു പഴയ എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഒരു പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം വേണം അടുപ്പിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതിപ്പോൾ സെർവ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ 10 മണി മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ സെർവ് ചെയ്യേണ്ട ടൈമായിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഫിഷ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫിഷ് ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.